ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാംഗോ ഡിസേർട്ടിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് മാങ്ങയും കുറച്ച് ചൗവരി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങയുടെ സീസണൊക്കെ കഴിയാറായി. അപ്പോൾ ഈ സീസൺ കഴിയുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: 100 ഗ്രാം ചൗവരി. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 മാങ്ങയാണ്. ഈ 3 മാങ്ങയ്ക്ക് ഒരു 100 ഗ്രാം ചൗവരിയാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്കൊരു കപ്പ് പാല്, 1 കപ്പ് ഫ്രഷ് ക്രീം, മധുരത്തിനാവശ്യമായ മിൽക്ക് മെയ്ഡ്, കുറച്ച് ചെറി. ഈ ചെറി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കേക്ക് വെച്ചെടുക്കുന്ന ചൗവരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചൗവരി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഊറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്കുള്ള മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വളരെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് ഈ അരച്ചെടുത്ത മാങ്ങയിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ക്രീമാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ മധുരത്തിനാവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ചെറുതായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് മാംഗോയുടെ കട്ട് പീസ് ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ കുറച്ച് ചെറിയും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള മാംഗോ ഡിസേർട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം സൽക്കാരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു ഡിസേർട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.